ജിജൂസ് കിച്ചണിലേക്ക് സ്വാഗതം. പുതിയ വീഡിയോ ആയിട്ടാണ് വരണേ. ഗ്രാഫ്റ്റിംഗ് വീഡിയോകളാണ്. അപ്പോൾ അതിലൊരു വീഡിയോ ആണ് ഇന്ന് ഷൂട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഈ ചെറിയ തൈ, മുളച്ച വശം ഉള്ള തൈയിൽ എങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യാം എന്ന് കുറച്ച് ശബ്ദം, ഈ കാറ്റിൻ്റെ ശബ്ദമാണ് വരണേ കേട്ടോ. വീഡിയോയിൽ കാണാറുണ്ട്, എനിക്ക് അറിയാറുണ്ട്, കാറ്റിൻ്റെ ശബ്ദമാണ്. അപ്പോൾ കാറ്റിനെ പിടിച്ചു നിർത്താൻ എളുപ്പമല്ലല്ലോ. അപ്പോൾ ഈ ചെറിയ തൈകളിൽ നമുക്ക് എങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യാം സക്സസ് ആയിട്ട്. ഇത് 90% വിജയകരമായ ഗ്രാഫ്റ്റിംഗ് ആണ്. ഈ ഏറ്റവും ചെറിയ തൈയിൽ മുളച്ച് ഒരു 20 ദിവസം 25 ദിവസം അല്ലെങ്കിൽ അത്രയും പ്രായമുള്ള തൈയിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. അത്രയും സക്സസ് ആണ് അതിന്. അപ്പോൾ അത് ചെയ്ത് വിജയിച്ചത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ചെയ്യുന്നത് എങ്ങനെയാണെന്നും കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഗ്രാഫ്റ്റിംഗ് തുടങ്ങാം, നമുക്ക് പഠിക്കാം. അപ്പോൾ ഇതാണ് ഒരു ടൈപ്പ് ഗ്രാഫ്റ്റിംഗ്. അപ്പോൾ ആ ഗ്രാഫ്റ്റിംഗ് നമുക്ക് പഠിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഈ തൈ നമ്മൾ ഫ്രീ ആക്കാൻ പോവുകയാണ്. ഇതൊന്ന് തൈ ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കാൻ പോവുകയാണ്. പുറത്തേക്ക് എടുത്തിട്ട് നമ്മൾ മണ്ണിനെ നമ്മൾ ഇതിലേക്ക് ബക്കറ്റിലേക്ക് എടുക്കാൻ പോവുകയാണ്. തൈനെ ഞാൻ ഈ കവറിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കുകയാണ്, സ്വതന്ത്രനാക്കുകയാണ്. സ്വതന്ത്രനാക്കി അല്ല, അവൻ്റെ ഈ നീളമുള്ള തായ്വേര് ഞാൻ കട്ട് ചെയ്യാൻ പോവാണ്. അല്ല, തായ്വേര് ഞാൻ കട്ട് ചെയ്ത് പോവാം. നമ്മളതുപോലെ തന്നെ വേറൊരു കവറിലേക്ക് പോട്ടി മിക്സ് നിറയ്ക്കുക. ഈ കവറിന് ഹോളൊന്നും പാടില്ല, ഇതിന് ഹോള് ഒന്നും പാടില്ല. ഇത് നമ്മൾ കണ്ട ഈ ഒരു പാകത്തിന് ഇങ്ങനെ പിഴിഞ്ഞ ഒരു ഇച്ചിരീശ വെള്ളം വീഴാവുന്ന പാകത്തിന് ഈ ഒരു പുട്ടിൻ്റെ പരുവത്തുനിന്ന് വിടിയിച്ച് നമ്മൾ പോട്ടി മിക്സാണ്. നമുക്ക് നാട്ടിലാണെങ്കിൽ നമുക്ക് ഇതിന് പകരം നമുക്ക് ഈ നമ്മുടെ അർക്കാപ്പൊടി, മണലും ചാണകപ്പൊടിയും മണ്ണും കൂടി മിക്സ് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മുടെ ചകിരിച്ചോറും മണലും ചാണകപ്പൊടിയും മണ്ണും കൂടി മിക്സ് ചെയ്യുക. ഒക്കെ തുല്യ അളവിനെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ആക്കിയിട്ട് വേണം എടുക്കാൻ. വെള്ളം കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അങ്ങനെ നമ്മൾ ഇതേപോലെ എടുക്കണം. അത് മണ്ണ് നമ്മൾ തൈ വെച്ചിട്ട് അപ്പോൾ ഇതേപോലെ എടുത്തതിന് ശേഷം നമ്മൾ ഈ തൈനെ ഇതിലേക്ക് മാറ്റി പ്ലാന്റ് ചെയ്യുക. ഒരു ടൈറ്റായിട്ട് മണ്ണയിൽ നിറച്ച് കൊടുക്കുക. ഈ പോട്ടി മിക്സ് നമുക്കതിൽ നല്ല ടൈറ്റായിട്ട് മിക്സ് ചെയ്ത് അതിൽ നിറച്ച് കൊടുക്കുക. അത്രയും മതി. വേണ്ട, അതിനെ ഞാൻ രണ്ടാമത്തെ അതിലേക്ക് പ്ലാന്റ് ചെയ്തു. അതുപോലെ നമ്മളടുത്ത തൈയും അതിലേക്ക് പ്ലാന്റ് ചെയ്യുക. അപ്പോൾ നമ്മളിത് നിറച്ച് കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് നമ്മൾ
ഇതിനെ എയർ ടൈറ്റായിട്ട് കെട്ടാൻ പോവാണ്. എയർ ടൈറ്റായിട്ട് നമ്മളൊരു ഇതെടുത്തിട്ട് എയർ ടൈറ്റായിട്ട് ഈ കവറിന് നമുക്ക് ഹോളുണ്ടാവാൻ പാടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല അതിനപ്പോൾ അതിനുള്ള നനവ് അതിന് കൊടുത്തിട്ട് നമ്മളതിനെ എയർ ടൈറ്റായിട്ട് കെട്ടി കണ്ടോ, എയർ ടൈറ്റായിട്ട് കെട്ടി കൂടുതലുള്ളത് നമ്മൾ മുറിച്ച് കളയാം. ഓക്കെ, ആ തയ്ച്ച് ഇത് ചെയ്തു. നമ്മൾ ആ തൈനോട് ചേർന്നിങ്ങനെ ഒന്ന് തിരിച്ച് നമ്മൾ ഗ്രാഫ്റ്റിംഗ് ടൈപ്പിൻ്റെ ഒരു കഷ്ണം എടുത്ത് ഇത് നല്ല ടൈറ്റാക്കി ചെയ്യണം. പിന്നെ മണ്ണ് നിറയ്ക്കുമ്പോൾ അതിൻ്റെ മുകളിൽ മണ്ണൊക്കെ ആയിട്ടുണ്ടാവും. മണ്ണൊക്കെ ക്ലീൻ ചെയ്ത് കളയാം. ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അതിന് വേണ്ടത് അല്ല മാവിൻ്റെ കമ്പ്. ഇതിൻ്റെ വണ്ണത്തിന് ഏതാണ്ട് യോജിക്കുന്ന മാവിൻ്റെ കമ്പ് എടുക്കുക. നല്ല കമ്പ് നോക്കിയിട്ട്. ഇപ്പം ഞാനിത് 3 എടുത്തിട്ടുണ്ട്, ഇതിൽ 2 ആവശ്യമുള്ളൂ. അപ്പം നമുക്ക് ആ കമ്പ് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഗ്രാഫ്റ്റ് ചെയ്യാം. നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ്. കട്ട് ചെയ്തു. കണ്ടോ, അതുപോലെ നമ്മൾ കട്ട് ചെയ്തു. നേരെ സെൻറ്റർ പൊളിക്കാം. പൊളിച്ചു അല്ല, ഇതുപോലെ പൊളിച്ച് നമ്മൾ കമ്പ് വി കട്ടാണത് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പോൾ അതിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇനി വേറെ കിളിപ്പ് വരാൻ വേറെ എവിടെയും ഇല്ല, സ്പേസ് ഇല്ല, ഇലകളൊന്നുമില്ല. ഇവനിത് കിളുത്തേ പറ്റൂ. അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. നമുക്ക് ഈ കമ്പിന് വയ്ക്കുന്ന ബെഡ് കമ്പിന് വണ്ണം കൂടുതലാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സൈഡെങ്കിലും കറക്റ്റ് ചെയ്ത് വയ്ക്കണം. അല്ല, ഇതുപോലെ ജോയിൻ്റ് ആയിട്ടിരിക്കണം. അതിന് ശേഷം നമ്മൾ ഗ്രാഫ്റ്റിംഗ് ടേപ്പ് എടുത്തു. കിട്ടിയതിന് ശേഷം നമ്മളൊരു ഗ്രാഫ്റ്റിംഗ് ടേപ്പ് വേറെ ടൈപ്പ് ഇതാണത്. അതുകൊണ്ട് ഒന്നും കൂടി അതിൽ വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടി ഒന്നും കൂടി ഉള്ള ടേപ്പാണത്. വെച്ചു അവിടെ വയ്ക്കാം. അതുപോലെ തന്നെ നമ്മൾ അടുത്തത് ഗ്രാഫ്റ്റ് ചെയ്യണം.
രണ്ടെണ്ണം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തു. ഇനി അടുത്തത് ചെയ്യേണ്ടത് ഇതിൻ്റെ മുകളിൽ നമ്മൾ ആ ചെയ്ത ഡേറ്റ് എഴുതിയിടുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എത്ര ദിവസമായി ഇത് ചെയ്തിട്ട് എന്നുള്ളത് നമുക്ക് ഒരു ഐഡിയ കിട്ടും. ഇനി നമ്മൾ ഇതിനാവശ്യം ഒരു വലിയ കവറാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ആദ്യം ചെയ്ത് വെച്ചത്, അപ്പോൾ ഇതുപോലെ ചെയ്തത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് ആ കവറ് യൂസ് ചെയ്യാൻ കിട്ടും. അപ്പോൾ ഞാൻ ആ ചെയ്ത് വെച്ചിട്ടുള്ളതും കിളുത്തിട്ടുള്ളതുമായ ഇത് ബെഡ് ചെയ്തിട്ടുള്ള തൈ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് കിളുത്തു അത് ഇനി പുറത്തേക്ക് എടുക്കാറായി. അപ്പോൾ എനിക്ക് ആ കവറ് റീയൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ കാണിച്ചു തരാം എങ്ങനെ ചെയ്തിരിക്കുന്നത്, എങ്ങനെ വെച്ചേക്കുന്നത്. ഇത് ഇനി ഒരു കവറിൻ്റെ ഉള്ളിൽ നമ്മൾക്കിപ്പോൾ ആരുടെ വീട്ടിലും എല്ലാ വീട്ടിലും മറ്റേ പോളിയോസൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിനുള്ള ഏറ്റവും നല്ല പ്രതിവിധിയാണ് ഒരു കവർ, വലിയൊരു കവർ എടുക്കുക. ആ കവറിൽ ഇവനെ വെച്ചിട്ട് എയർ ഉള്ളിലേക്ക് കിടക്കാത്ത പോലെ നമ്മൾ എവിടെയെങ്കിലും കെട്ടി തൂക്കി ഇടുക തണലെത്താം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ഹ്യൂമിഡിറ്റി ഉണ്ടാകും. അപ്പോൾ തന്നെ കിളുത്ത് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ള ഒരെണ്ണം ഞാൻ എടുത്തുകൊണ്ട് വരാം. ഇതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഞാനത് എടുക്കാൻ പോവുകയാണ്. ഇതുപോലൊരു കവറിൻ്റെ ഉള്ളിൽ നമ്മൾ കെട്ടിയിടുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മളത് കെട്ടിയിട്ടേക്കായിരുന്നു. കഴിക്കാൻ കിട്ടുമെന്ന് തോന്നുന്നു. കഴിക്കാൻ കിട്ടുവാണെങ്കിൽ നമുക്ക് ഈ കവർ തന്നെ എനിക്ക് യൂസ് ചെയ്യാം. കഴിച്ചു കിട്ടി, ഭാഗ്യമുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. അല്ല, കവറിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കിളുത്ത് കിട്ടും. ഇതിനെ ഇനി ചട്ടിയിലേക്ക് മാറ്റാറായി. കണ്ട, ഇതുപോലെ ഞാൻ ചെയ്തതാണിത്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് കിളിപ്പിച്ചെടുക്കാൻ പറ്റാവുന്ന ഒരു ഇതാണിത്. ആർക്കും വീട്ടിൽ ചെയ്യാം. അപ്പോൾ ഇവരേനെ ഞാനിതിലേക്ക് ആക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാം. ഇത് വെച്ചു. ഇത് വെച്ച് നമ്മൾ കെട്ടി നമ്മൾ തൂക്കും. ഒരു സൈഡിൽ തൂക്കിയിട്ടാൽ അതിൻ്റെ ഉള്ളിലിരുന്ന് അവൻ കിളുത്ത് വരും. അപ്പോൾ എല്ലാവർക്കും ഗ്രാഫ്റ്റിങ് പഠിച്ചില്ലേ? അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാം. ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്ത് തൈകളുണ്ടാക്കാം. മാവിൻ്റെ തൈ ഉണ്ടാക്കാം, പ്ലാവിൻ്റെ തൈ ഉണ്ടാക്കാം, എന്ത് വേണമെങ്കിൽ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആർക്കും അസുഖങ്ങളൊന്നും വരാതിരിക്കട്ടെ. ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവർക്കും സന്തോഷം. വീണ്ടും വേറൊരു ഗ്രാഫ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ബൈ.